ചീക്കോന് ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടി. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം സഞ്ചാരത്തിന്റെ വഴികളിലൂടെ പ്രിയ ഡ്രൈവർ മലബാർ എത്തിയാ കാണാം. ബൈ. അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എനിക്ക് പാത്രത്തോടെ വന്ന് ഇവരൊക്കെ പ്ലേറ്റിൽ വെച്ച് അതൊക്കെ എങ്ങനെ ഗ്രീൻ ഹൗസ് ഇതേപോലെ വിശ്വസിച്ച് കിടക്കുന്ന ഇരിക്കുന്ന ഞാൻ പ്രിയ ഇരിക്കുന്ന ഇരുന്ന് നോക്ക്. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് എന്റെ പോർക്ക് എത്തി. ഇതാത് പ്രിയ വാങ്ങാൻ പോകുന്ന ഡ്രസ്സ് തോന്നുന്നു. പ്രിയന്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് ആദ്യം തോന്നി ഒന്നും ഇവിടുന്ന് വാങ്ങൂല. മെയിൻ റോഡിന്റെ നടുവ് കൂടെ പ്രിയ വിദ്യാർത്ഥികൾ നിൽക്കുന്നത് പോകുന്ന വഴിക്കാണ്. ആക്ച്വലി മൗണ്ടൻ വ്യൂ കോഫി പ്ലാന്റേഷൻ ആണ് അല്ലേ പ്രിയ? തായ്ലാൻഡിലൊക്കെ പോയി കണ്ട ടെമ്പിളിന്റെ അതേ ഒരു ഗൈസ്. അങ്ങനെ ഇത് കെട്ടാൻ പോവുകയാണ്. കൊരങ്ങനെ നോക്കി ഒരു കൊരങ്ങൻ ഫോൺ അടിക്കുന്നു. ഇതാണ് നമ്മളെ പശുമ്പ. വെൽക്കം ബാക്ക് ടു സനു പ്രിയാസ് ചാനൽ. ന്യൂ ഇയർ ആണ് ഇന്ന് നമ്മൾ എന്ത് കരുതി ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് വിചാരിച്ച്. കറങ്ങാൻ പോകുന്നത് ശീക്കുട്ടി പറഞ്ഞ പ്രകാരം നമ്മള് കൂർഗിലേക്കാണ് പോകുന്നത്. കൂർഗിൽ എന്തെല്ലാം ഉള്ളതെന്ന് നമ്മളല്ല കുറെ കാലം കൂർഗ് കാണണം വിചാരിക്കുന്നത്. ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ ഉള്ളതെന്നുള്ളത്. അവിടെ എത്തിയിട്ട് പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ കാണാം. അവിടെ ഉള്ള എന്ത് കാണാൻ പറ്റുന്നെന്ന് അറിയില്ല. പറ്റുന്നിടത്തോളം കാണാൻ പറ്റും. നമുക്ക് കണ്ടു. വേറൊരാളെ പ്രത്യേകത എന്താ പറയാ, കാറ് കേറി കഴിഞ്ഞാ ചീക്ക് ഫ്ലാറ്റ് ആയി അവളെ എന്താ പറയാ സ്പേസ് എല്ലാം കറക്റ്റ് ആക്കി കുറെ തലങ്ങാണിയൊക്കെ എടുത്ത് കാർ കയറുമ്പോ തന്നെ നല്ലെടുത്ത് നല്ല സേഫ് ആക്കി വെച്ചിട്ട് ഒരൊറ്റ കിടത്താം. പൂച്ചക്കുട്ടി കിടന്നിറങ്ങുമ്പോ അതെ അതെ അവളെ കാര്യം തുടങ്ങി. ഇനിയിപ്പോ ആ ഡെസ്റ്റിനേഷൻ പ്ലേസ് എത്തുമ്പോഴായിരിക്കും ഇടയ്ക്ക് എത്തിയിട്ട് ചോദിക്കും എവിടെ എത്തിയെന്ന്. എന്തോ പ്ലേസ് ഒക്കെ അറിയുന്ന പോലെ ചോദിക്കും. എന്നാലും കുഴപ്പമില്ല. അവളാണ് ഇപ്പൊ കൂർഗ് പോവാന്നുള്ള ഒരു ഐഡിയ തന്നെ. അപ്പൊ നോക്കട്ടെ. കൂർഗിലെ പല പ്ലേസസും നമ്മള് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു അറിവേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പ്. നമ്മള് വരുമ്പോ ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നിട്ടതാ. ചോറ് പാത്രം ഫുള്ള് സെറ്റപ്പിലാവുന്നത്. ചീക്ക് ഇപ്പൊ ഉറങ്ങി നല്ല നീച്ചിട്ടുണ്ട്. ഏകദേശം 2:30-3 മണി. നമ്മൾ ഇറങ്ങുമ്പോ ലൈറ്റ് ആയി. ഇന്നലെ നല്ല ഉറക്കം ഉറങ്ങിയിട്ട് എന്റെ കയ്യെല്ലാം തള്ളി മാറ്റുന്നുണ്ട് പ്രിയ. പ്രിയക്ക് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ പ്രിയ എന്റെ കയ്യൊക്കെ തട്ടി മാറ്റിട്ട് പാറങ്ങോട്ട് ഭക്ഷണം. ഇനി ഒന്നുമില്ല, ഇനി നോക്കൂല, ഇനി വ്ളോഗും ഇല്ല, ഒന്നുമില്ല. പ്രിയ വെറും ഫുഡില് എന്തെല്ലാം പ്രിയ കഴിക്കാൻ? ചോറ്, ഉണ്ട് ഫിഷ്, മീന്, അയില അല്ലേ? അയില നല്ല പൊരിച്ചയിലുണ്ട്. ചീരപ്പേരുണ്ട്, പേരി. എന്തുള്ള പരിപ്പ് കൂട്ടാനാണ് എന്റെ ഫേവറേറ്റ് കേട്ടിരുന്ന. ചിക്കൻ കറി ഉണ്ട്. പരിപ്പ് കൂട്ടാൻ എടുത്തിട്ടില്ല. എന്റെ പരിപ്പ് കൂട്ടാൻ എടുത്തിട്ടില്ലെങ്കിൽ മറിയില്ല. അതെ ചിക്കൻ കറി. തുണി വെക്കായിരുന്നു. നല്ല വറുത്തരച്ച ചിക്കൻ കറി. തുണി വെക്കാം, ഇല്ലെങ്കിൽ മേത്ത് പറയും. പരിപ്പ് കൂട്ടാൻ എന്റെ ഫേവറേറ്റ്. തിന്നാൻ തുടങ്ങട്ടെ, ഇല്ലെങ്കിൽ പ്രിയ ഇതിലും കൂടെ എന്റെ കാറിൽ മറിച്ച് നാറ്റി. അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. എനിക്ക് പാത്രത്തോടെ വന്ന് ഇവരൊക്കെ പ്ലേറ്റിൽ വെച്ച് കയറുന്നുണ്ട്. പ്ലേറ്റ് ഉണ്ട്. ചീക്കോടെ ടേസ്റ്റ് ഉണ്ടോ പ്രിയ? എന്റെ കാറിന്റെ ഡാഷ്ബോർഡ് ഒക്കെ വൃത്തികേടാക്കിയിട്ടുണ്ട് കറിയിലൊക്കെ വെച്ചിട്ട്. അതാണ്ടാ ഞാൻ കഴിക്കട്ടെ. പാത്രത്തോട് കൂടിയിട്ട് എന്റെ അളവ് കണക്കാക്കി തന്നെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ഫീലാണ് പ്രിയ ഇങ്ങനെ കഴിക്കാൻ. നമ്മള് വീട്ടിൽ നിൽക്കുമ്പോ നല്ല എവിടെയോ പോയിട്ട് കഴിക്കുമ്പോഴുണ്ടാവും. കയ്യെല്ലാം കഴുകി. ഇനി പാത്രം ഞാൻ തന്നെ കഴുകണം. പാത്രം വെള്ളം പറഞ്ഞിരുന്നിട്ടുണ്ട്. പാത്രം കഴുകാം. പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കഴുകട്ടെ. ബാക്കി നമുക്ക് ടിഷ്യൂ ആയിട്ട് തുടക്കാം. അതെ, ഒരു വിധം കഴുകിയിട്ട് ബാക്കി ടിഷ്യൂ നല്ലോണം തുടച്ചാൽ മതി. അങ്ങനെ വെള്ളം കൊണ്ടുള്ള വാഷിംഗ് കഴിഞ്ഞു. ടിഷ്യൂ എടുത്തിട്ട് പ്ലേറ്റ് നല്ല ക്ലീൻ ആക്കി. നിന്റെ അടുത്ത ടിഷ്യൂ വെള്ളത്തിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ടിഷ്യൂ കൊണ്ട് തുടക്കല്ലോ അല്ലെ? ക്ലീനിങ്. ചീക്കുവിന്റെ ഫുഡൊക്കെ ചീക്കു ഇവിടുത്തെ നായ്ക്കും പൂച്ചയ്ക്കും കൂടി. ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ സ്ഥലം കേട്ടോ അത്. ഏതോ ഒരു കാട്ടിന്റെ ഉള്ളില്. പ്രിയ പ്ലേറ്റിൽ നിറച്ച് കഴിഞ്ഞാ
ഇനി നമുക്ക് എത്ര മണിക്കൂറുണ്ടോ? 2 മണിക്കൂറിലുണ്ടോ? 2 മണിക്കൂർ. ഫസ്റ്റ് 2 മണിക്കൂറുണ്ടോ മകനെ? ഇത് വൈറ്റ് ഹൗസ്, ഇത് ഗ്രീൻ ഹൗസ്. അതെന്താ എങ്ങനെ ഗ്രീൻ ഹൗസ്? ഗ്രീൻ ഹൗസ് ഒന്ന് കാണിച്ചു കൊടുക്ക, നിന്റെ കിടക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ. ഒന്ന് വൃത്തിയിൽ വെച്ചോളൂ ജീക്കോ. ആയി വാ, അലങ്കോലമായി വെച്ച് ചീക്ക് കിടന്നുറങ്ങുന്ന സ്ഥലമാണിത്. ഞാൻ കാട്ടി തരും കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. വീഴൂലായിരിക്കും അല്ലേ നീ? വീഴൂല. വീണ്ടെങ്കിൽ ഡ്രസ് മേലും ഇതിലൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മ ബാക്കി താഴെ കൂടെ ഫ്ലൈറ്റ്. ഇത് എത്ര താഴെയാ? എത്ര താഴെയല്ലേ ചീക്കോ? എങ്ങനെയുണ്ട് ഫ്ലൈറ്റ്? തൊടാൻ തോന്നുന്നുണ്ട്. തൊടാൻ പറ്റുമോ? ഒന്നിങ്ങനെ ചാടി വീഴൊക്കെ പറ്റുമോ? വാവ്. പ്രിയ എന്തല്ലോ മധുരൊക്കെ എത്തുന്നുണ്ട്. അലുവ. അലുവയാ? എനിക്കൊന്നൊരു പോവാ നമുക്ക്. ഓക്കെ. എനിക്ക് വർഷം പോകണം. ചെറിയ വർഷം അപ്പൊ ശരി അമ്മ എന്നാ വൈൻഡപ്പ് ചെയ്യാം. ഇവിടത്തെ വൈൻഡപ്പ് ചെയ്ത് അങ്ങനെ നമുക്ക് യാത്ര തുടങ്ങിക്കാം. തുടരാ അലവ് വന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നല്ലൊരു ഉറക്കം. ഒരുത്തി കണ്ടാ കഴിഞ്ഞ് പിന്നെ കിടന്ന് ഇനി അടുത്ത ഫുഡ് നമ്മള് ഉണ്ടാക്കിയിട്ടില്ല. നമ്മള് നല്ലൊരു സ്ഥലത്ത് വാങ്ങിക്കാം അല്ലേ പ്രിയ? നൈറ്റിലേക്കുള്ള ഫുഡ് വാങ്ങും. എന്നാ പിന്നെ സേഫായിട്ട് ഇങ്ങനെ പോവാലോ നമുക്കല്ലേ. ചിലപ്പോ അവിടെ എത്തിയിട്ട് ഫുഡ് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ വിടുന്നതിന് മുന്നേ എവിടെന്നെങ്കിലും സ്ഥലത്ത് വാങ്ങി വെക്കും. പിന്നെ അവിടെ എത്തിയിട്ട് അവിടുത്തെ ഫുഡ് നല്ല നോക്കിയിട്ട് എവിടെന്നേക്ക് അയക്കും. അത് നൈറ്റ് അതിനായിട്ട് ഇറങ്ങും സിറ്റുവേഷൻ എന്ന് വിചാരിക്കുന്നു. അതന്നെ സിറ്റുവേഷൻ നോക്കിയിട്ട്. മോസ്റ്റ്ലി നമ്മൾ നൈറ്റ് ഇറങ്ങി ഒരു സഫാരി ഒക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഇതിപ്പം ആദ്യമായിട്ടാട്ടോ ഈ ഭാഗത്തേക്ക് പോകുന്നത്. എനിക്ക് പിന്നെ അധികം തമിഴ്നാട് സൈഡിലേക്ക് അങ്ങോട്ടേക്ക് പോകാനാണ് ഭയങ്കര ഇഷ്ടം. ഇഷ്ടം എന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റിയാണ്. അവിടുത്തെ ഫുഡ് കഴിക്കാൻ ഇഷ്ടം. ഇങ്ങോട്ടേക്ക് നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് മൊത്തം മാറുമല്ലോ. അപ്പൊ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരെ പറ്റില്ല. അതുകൊണ്ട് മോസ്റ്റ്ലി ഈ ഭാഗത്തേക്കുള്ള ട്രിപ്പ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന തരത്തിൽ മുടക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങോട്ട് പോകാനിട്ടോ. ഈ ഭാഗത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഫുഡ് ഒരു ചെറിയ സീനാണ്. അതുകൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം പോയി നോക്കട്ടെ. കുറെ കാലമല്ലേ പോയിട്ടില്ലേ. പ്രാവശ്യം പോയി അങ്ങനെ ഞങ്ങള് ഒറ്റയ്ക്ക് തരുന്നില്ല. റോസ്റ്റഡാ ഫേവറേറ്റാ റോസ്റ്റഡ് സിൽക്ക്. സിൽക്കല്ലേ? റോസ്റ്റഡ് ആൽമണ്ട്. അങ്ങനെ മൈസൂര്, പെരട്ട, മടിക്കേരി എല്ലാ സ്ഥലങ്ങളും കാണുന്നുണ്ടല്ലോ പ്രിയ. നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. മാക്കൂട്ടം ചെക്ക് പോസ്റ്റ് ആണ് അല്ലേ? അങ്ങനെ ഒരു ടിക്കറ്റ് 20 റുപ്പീസിന്റെ ടിക്കറ്റ് ആണ് ഗൈസ്. ഓഫീസൊക്കെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഒരു ഫോറസ്റ്റിന്റെ തോന്നുന്നു. എന്തിന്റെ വായിച്ചു നോക്കുന്നത്? ഫോറസ്റ്റിന്റെ വിരാച്ചിപ്പായിട്ട് ഫോറസ്റ്റിന്റെ മാക്കൂട്ടം ചെക്ക് പോസ്റ്റ് ആണ്. അതിന് നമ്മൾ 20 റുപ്പീസ് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറാം. കേരളം വിട്ട് ഞങ്ങൾ കർണാടകയിലോട്ട് കുഞ്ഞിക്കരങ്ങ. ഞങ്ങളെ വെൽക്കം ചെയ്യാൻ ആരാണിത്? കുഞ്ഞിക്കരങ്ങ ഇരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിക്കരങ്ങ റോഡിന്റെ നടുവില് കർണാടകയിലേക്ക് ബോർഡിലേക്ക് നമ്മള് ഇത് കിടന്ന ബ്രിഡ്ജ് കിടന്ന ഉടനെ ഇരിക്കുന്ന മുമ്പ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഛർദിച്ച് ഗൈസ്. മറിയിടാ. വെള്ളം വേണോ? വെള്ളം കുടിച്ചു വേണോ? തിന്നതൊക്കെ പോയി. അത് അവള് ഭക്ഷണം കഴിച്ച പാട് കിടന്ന പറ്റിയത് പറയല്ലേ. വെള്ളം കുടിച്ചോ? ഓക്കെയാ? ഇനി ഉണ്ടോ? ഇനി കിടക്കണ്ട കുറച്ചു നേരം ഇരുന്നോ? അതിന് തിന്നുപാട് കിടന്നിട്ടായിരിക്കും ചിക്കൻ കൊണ്ട് വെക്കുന്ന നാണം നോക്കുന്നില്ല. ഓക്കെ ഇല്ലേ? ഓക്കെ പറ. ഓക്കെ പറ. അങ്ങനെ കൂർഗ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഇത് വീരാജ്പേട്ട ടൗണിലുള്ള സ്ഥലമാണ് ഗൈസ്. ഇത് പ്രധാനമായ ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരെയോ ഒരു സ്റ്റാച്യു ഉണ്ട്.
സനോട്ടിന് ഈ വീട് കണ്ട് ഭയങ്കര ഇഷ്ടമായി എനിക്ക് അതെ അതെ രാത്രി അടിപൊളി വൈബ്. തണുപ്പ് തന്നെ നല്ല തണുപ്പാ. നല്ല തണുപ്പുണ്ട്. ഈ കാണുന്നതാണ് രാജാ സെട്ട്. പണ്ട് രാജാഭരണകാലത്ത് രാജാക്കന്മാർ ഫാമിലി ആയിട്ട് സൺസെറ്റും സൺറൈസും കാണാൻ വന്നിരിക്കുന്ന സ്ഥലം. അതിൻ്റെ അടുത്ത് തന്നെ ടെമ്പിളും ഉണ്ട് കേട്ടോ ഗൈസ്. കൂർഗിൽ എല്ലാ സ്ഥലത്തും സ്പൈസസിന്റെ ഷോപ്പാട്ടോ ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് പറഞ്ഞ മടിക്കേരി ടൗണിൽ നമ്മളെ ഹോട്ടലിലേക്ക് എത്തി. നല്ല തണുപ്പാ. പെട്ടിയും സാധനമൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറാം. റൂമിലോട്ട് പോവാണ്. ഈ റൂമിൽ ബാഗിൽ കൊണ്ടുവച്ച് ഞാൻ ഫസ്റ്റ് റൂം കണ്ട് കംഫർട്ടൊക്കെ ഇട്ടു. ഇതാ അങ്ങനെ നമ്മള് നമ്മുടെ താവളത്തിലേക്ക് എത്തി. ഇതാണ് നമ്മളെ റൂം. അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ്. തണുപ്പുള്ളതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടുണ്ട്. എനിക്കത്ര തണുപ്പൊന്നുമില്ല. പ്രിയക്കും ജീക്കും നല്ല തണുപ്പാ. ലൈക്കോ എന്നാ നടന്നു പോവാ അല്ലേ പ്രിയ? ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഫുഡ്. ഐ ലവ്. അങ്ങനെ കൂർഗിന്റെ ടൗണിലൂടെ നട്ടപ്പാതിരക്ക് യാത്ര. ഹോം സ്റ്റോണിലുള്ള കയറിയിട്ടുണ്ട്. പ്രിയക്ക് ഗ്ലാസിൻ്റെ ഐറ്റംസ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലേക്കുള്ളത് അതെല്ലാം ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്നുണ്ട്. അടുത്തേക്ക് ഇങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പ്രിയ മഗ്ഗൊക്കെ എടുത്ത് പോകുന്നുണ്ട്. കാട്ടിക്കൊണ്ടു ഷീക്കോ. നെക്സ്റ്റ് തുണിക്കടയാണ് ലക്ഷ്യം പ്രിയൻ്റെ. ഗൈസ് തുണിക്കടയിലേക്ക് പോകുന്നുണ്ട്. ഇതാ പ്രിയ വാങ്ങാൻ പോകുന്ന ഡ്രസ്സ് എന്ന് തോന്നുന്നു. അത് വേണോ? പ്രിയേന്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് ആദ്യം തോന്നി ഒന്നും ഇവിടുന്ന് വാങ്ങൂല. ഇതൊക്കെ നോക്ക് കണ്ടോ. പ്രിയേന്റെ ആവശ്യം കഴിഞ്ഞ് പ്രിയ ഓടിപ്പോയിട്ട് മേലെ നിൽക്കുന്നത്. ശ്രീവാ നെക്സ്റ്റ് ഷൂ പിടിയാണ് കിടന്നത്. ഷൂ ഇനി ഇവിടുന്ന് അതേപോലെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മയ്ക്കുള്ള ക്ലിപ്പുകൾ സെലക്ട് ചെയ്ത്. അമ്മയ്ക്ക് ഈ ടൈപ്പ് ക്ലിപ്പുകളാ ഇഷ്ടം. അതെ കുഞ്ഞു ക്ലിപ്പുകൾ. അപ്പൊ ആ മോഡല് നോക്കി നടക്ക്. നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ടല്ലേ. നല്ല ഭംഗിയില്ലേ. ഭയങ്കര പർച്ചേസിംഗ്. ഞാനും ചെയ്തിട്ട് ഇവിടെ കന്നഡ പർച്ചേസ് എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? സലീം കുമാറിനെ പോലല്ലേ നമ്മളെ സിനിമയത്ത് ചന്ദനത്തിലേക്ക് അതിച്ചിട്ട് വന്ന്. ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തെല്ലോ വാങ്ങുന്നുണ്ട് ഇവിടെ നിന്ന്. എന്താ ചീക്കോ? എന്തത്? ലിപ്സ്റ്റിക്കാ. ഇങ്ങനെ ഇവിടുത്തെ ബില്ലും പ്രിയ തന്നെ കൊടുത്തു. ഗൈസ് കൊടുത്താ പ്രിയ വാങ്ങിയ പ്രിയ സമയമായി. ഫുഡ് കഴിക്കാൻ പ്രിയ ഒരു ഹോട്ടലിലോട്ട് കയറുന്നുണ്ട്. എന്താ പ്രിയ ഹോട്ടലോടെ? കൂർഗ് ഫുഡ്. അങ്ങനെ മെനു കിട്ടി. പറഞ്ഞോ പറഞ്ഞോ. ഓർഡർ ചെയ്തോ. ഇതൊക്കെയാണ് നമുക്ക് നാളെ ഇവിടെ കാണാൻ അടുത്തുള്ള സ്ഥലങ്ങൾ. ഒന്ന് നമ്മളെ രാജാ സെറ്റ്, അതിവിടെ അടുത്ത് നമ്മളിപ്പോൾ വരുമ്പോൾ കണ്ടത്. പിന്നെ ഇതാ ഒരു അമ്പലമുണ്ട്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. കിലോമീറ്ററൊക്കെ കാണിക്കുന്നുണ്ട് അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ. പ്രിയ എല്ലാം നോക്കി പഠിക്കുന്നുണ്ട്. എവിടെയാണ് വേണ്ട പ്രിയ? ആനേൻ്റെ പുറത്താവോ? 36 കിലോമീറ്റർ ഉണ്ട് അവിടേക്ക്. ആനപ്പുറത്ത് വരെ. അപ്പോൾ ഈ ഫസ്റ്റ് 9 കിലോമീറ്ററാണ്. ഇവിടെ അടിപൊളി പോർക്ക് ഉണ്ട്. പോർക്കിൻ്റെ എന്താ സാധനം പറഞ്ഞാൽ? പോർക്ക് ചുഡൽസ്. ഞാനൊരെണ്ണം ഓർഡർ ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. പ്രിയ ഉള്ള സ്ഥിരം ഫ്രൈഡ് റൈസ്. ഇത് രണ്ടാണ് ഫ്രൈഡ് റൈസ്. ഞാൻ പോർക്കും പറഞ്ഞിട്ടുണ്ട്, പിന്നെ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നിട്ട് ഓർഡർ. ഗൈസ് പ്രിയ ഇരിക്കുന്നിരുന്ന് നോക്ക്. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ട്. കുരുമുളക് ഇട്ട ഫ്രൈഡ് റൈസാ? ഇക്കോ സാധനം സൂപ്പറാ. സംഭവം അടിപൊളിയാ. കാണാൻ കറുപ്പ് നിറം ഉണ്ടെന്നുള്ളൂ. സംഭവം പൊളിയാ കേട്ടോ. ഞാൻ സത്യമായിട്ടും പേടിച്ചു പോയി ഫസ്റ്റിന്റെ കളർ കണ്ടവൻ കഴിഞ്ഞതെന്ന്. കുഴപ്പമില്ല, അടിപൊളിയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ടേസ്റ്റ് ഉണ്ടാകും. ഇതൊക്കെ കൂടിയിട്ടുണ്ട്.
നല്ല ടേസ്റ്റ്. അതെ. ഇങ്ങനെ എൻ്റെ പൊറാട്ടയും എൻ്റെ പോർക്ക് ചുടൽസും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഹാപ്പിയാണ്. നമുക്ക് പോർക്ക് ഒന്ന് കൈയിട്ട് വാണ്ടാവും. പുളി ചീക്കുട്ടി ആദ്യമായിട്ടല്ലേ? പുളിയാ സൂപ്പറാ. ആദ്യമായിട്ടില്ലേ പ്രിയ ബ്രോക്കഡ് ചെയ്യുന്നത്? ഞാൻ നോക്കട്ടെ. രണ്ട് ദിവസമുണ്ട്. സോഫ്റ്റ് ആണ് അല്ലേ? നെക്സ്റ്റ് ഐറ്റം അല്ലേ? പന്നി ഫ്രൈ ടേസ്റ്റ് ഉണ്ട്. ഇതെന്താ പാട്? അത്യാവശ്യത്തിന് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഒരു ചിപ്സ് കട കണ്ടപ്പോ അവിടെ കയറി. അടിപൊളി ഐറ്റംസ് ഒക്കെ അവിടെ നിന്ന് കുറച്ച് പപ്പട ബാക്കി ഇവിടെയൊക്കെ ടേസ്റ്റ് ആകുന്നുണ്ട് പ്രിയ. ടേസ്റ്റ് ഉണ്ടോ? ചീക്കൂന് ഇതാ ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഓരോന്ന് എടുത്തോട്ട്. അതിൽ കായപ്പ ചിപ്സ് ഞാൻ ഫസ്റ്റ് ടൈമാണ് മോളും ഞാനും കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കും ടേസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് സംഭവം രസമുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി നല്ല രസമുണ്ട്. പ്രിയ അങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ വന്നിട്ട് ഗൈസ്. ഇവിടെ നമ്മളെ ബോളി ഞാൻ ചപ്പാത്തിയാന്നാ പറഞ്ഞത്. പ്രിയ ചപ്പാത്തി എന്നിട്ട് ഇവിടെ നിർത്തതാണ്. ബോളിയാണ് ഇവിടെ ഉള്ളത്. അല്ല നമ്മളവിടെ ഉണ്ടത്. ഇത് നമ്മൾ 2 ലെയർ ആയിട്ട് എൻ്റെ നടുവിൽ മധുരമുള്ള ബോളി. അത് കുക്കഡും ഉണ്ട്, ഹാഫ് കുക്കഡും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട് ഇവിടെ. മെയിൻ റോഡിന്റെ നടുവ് കൂടെ പ്രിയ ലാലാജ്യമായി നടക്കുന്നത്. പടാ ബസ് മുന്നില്. അങ്ങനെ തിരിച്ചെത്തി. അവളോളെ തെലങ്കാന, എൻ്റെ തെലങ്കാന എടുപ്പിച്ചിട്ടുണ്ട്. തെലങ്കാന ഇല്ലാണ്ട് ഉറങ്ങൂല ചീക്കൂല്ലേ? അഭയാർത്ഥികൾ നിൽക്കുന്നുണ്ട് ഗൈസ്. തെലങ്കാനയ്ക്ക് തുറക്കാൻ വേണ്ടിയിട്ട് കീ എൻ്റെ കയ്യിലായോണ്ട് രണ്ടാള് എന്ത് ചെയ്യാന്നറിയോ കാര്യായിട്ട്. ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിക്കുക ഗൈസ്. ഞാൻ ചായ, അപ്പം കട്ടൻ. ഞാൻ കട്ടൻ ചായ, ഞാൻ ചായ, പാൽ ചായ. ഇവിടെയൊക്കെ വൃത്തിയിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ തന്നെ കുടിക്കാം. ചൂടുള്ള ചായ പ്രിയ ഉണ്ടാക്കി വെച്ച് നിമിഷ നേരം കൊണ്ട് ചൂട് തുടങ്ങി വന്നു കേട്ടോ. ഇതാ ഇത് പച്ചവെള്ളം പോലെ ഇപ്പേ ഈ തിളച്ച സാധനം ഇരുന്ന്. ആ ഇതാ. അപ്പൊ ചൂട് ചായ ഇഷ്ടമില്ലാത്ത എന്നെ പോലുള്ളവർക്ക് ബെസ്റ്റ്. ചൂട് തിളച്ച വെള്ളം കുടിക്കുന്ന സ്ഥലം പോലുള്ളവർക്ക് കഷ്ടം. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇന്നലെ അടിപൊളിയായിട്ട് ഇവിടെ കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ് പറയാൻ മറന്നു ഉറങ്ങുമ്പോൾ. ഞങ്ങളോട് നല്ല ഉറക്കായിരുന്നു. ഇവിടെ അമ്മയും മോളും ഇവിടെ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഡ്രസ്സ് മാറ്റേണ്ട തിരക്കാണ്. ഈഗോ എന്തെല്ലാം ആക്കുന്നുണ്ട്. പ്രിയ വെള്ളം കുടി. ഗുഡ് മോർണിംഗ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബൊഫയാണ് അല്ലേ? ഫുഡ് എങ്ങനെ നോക്കാം. വേറെ ഇന്നലെ നമ്മൾ നിന്ന സ്ഥലം നല്ല ഇരുട്ടത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. നല്ല മണം വേണ്ടേ? റെഡി. അങ്ങനെ ഡൈനിങ് ഏരിയയിലെത്തി. വടയും കേസരിയും. പ്രിയന്റെ ഫേവറേറ്റ് ഇഡ്ഡലി ഉണ്ടല്ലേ പ്രിയ? ഒരു ചട്നിയും 2 ചട്നിയും ഒരു സാമ്പാറും. ടേസ്റ്റ് ഉണ്ട്. കേസരി, ഉപ്മാവ് അത്രേ ഞാൻ തിന്നിട്ടുള്ളൂ. ബാക്കി തിന്നു. സത്യമായിട്ട് ഞാൻ തമിഴ്നാട് ഫുഡാണ് ഏറ്റവും ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. ആദ്യമായിട്ടാ ഈ കർണാടക ഏരിയയിലേക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാണ്. പൊളി, അടിപൊളി, രക്ഷയില്ല. നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് അടിപൊളി. അതാണ് ആദ്യമായിട്ട് ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. ഫുഡെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാണ്. എൻ്റെ കാറ് ബ്ലോക്കായി നിന്നിട്ട് ഒരു കക്ഷിക്ക് പോകണം എന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അത് പോയിട്ട് നീക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണ്ടേ പ്രിയ? അങ്ങനെ പ്രിയ ഐ ലവ് കൂർഗിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ നമ്പർ നമ്മുടെ വീടിൻ്റെ താഴെ ഇടും അല്ലേ? ആർക്കെങ്കിലും സ്റ്റേ നല്ല കുഴപ്പമില്ല. റീസണബിൾ പ്രൈസും കാര്യങ്ങളും. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് പൊളിയാണ്. നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ എല്ലാവർക്കും. വലിയൊരു ഹൈപ്പല്ല, നല്ല ഒരു നമ്മൾ സാധാരണ നമ്മളിപ്പോൾ സാധാ ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം.
മൂന്നാർ വേണമെങ്കിൽ. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം, ഹോട്ടൽ റിഗാലിയ ബ്രാഞ്ച്. സ്പൈസസ് ആണ് ഇവിടെ. ചെക്കൗട്ട് ടൈം ഒരു 11 മണി ആയിട്ടുണ്ട്. അതിലും കൂടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈസ കൊടുത്താൽ കൂട്ടിത്തരും ടൈം അല്ലേ? നമുക്ക് ഒരു 12 മണി വരെ നമുക്ക് ചെയ്യാം. 12 മണി വരെ ചെയ്യാം. ശേഷം ചെറിയൊരു എക്സ്പെൻസ് വരുന്നുണ്ട്, കുഴപ്പമില്ല. അല്ല നമ്മൾ പറയും പോലെ ചെയ്തു കേട്ടോ ഗൈസ്. അതെ അതെ ചെക്കിൻ ടൈം 12 മണിയല്ലേ? അങ്ങനെ ഉണ്ടാവും. അതെ, നമ്മുടെ വടകരക്കാരൻ്റെ സ്ഥാപനമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ ഓണർഷിപ്പ് ചേട്ടൻ ഇവിടെ മലപ്പുറം പൊന്നാനിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇവിടെ വന്ന് റൂം എടുക്കുക, കുഴപ്പമൊന്നുമില്ല. നമ്പറും കാര്യങ്ങളൊക്കെ താഴെ വയ്ക്കുന്നുണ്ട്. ഇവരെ ലോഞ്ചാണ് ഇത്. ചീക്കോന് ന്യൂ ഇയർ ഗിഫ്റ്റ് കിട്ടി ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് എന്താ പേര് പറഞ്ഞു നൂറുദ്ദീൻ എന്നാണ് പേര്. അപ്പോൾ അധികം ഇവിടെ തന്നെ ഉണ്ടാവും, ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. നമ്മൾ ഇന്നലെ തൊട്ടിട്ട് 9 മണി വരെ ഉണ്ടാവും. ഷിഫ്റ്റാണ്. അപ്പോൾ ഓക്കെ, മുഖം ഓർമ്മിച്ച് വെച്ചോ. അപ്പയും മോളും കൂടി ബോട്ടിൽസ് ഒക്കെ റീഫിൽ ചെയ്യുന്ന തിരക്കിലാണ്. ചീക്കുവിനെ കിട്ടിയ ഗിഫ്റ്റ് ചീക്ക് ഓപ്പൺ ചെയ്യേണ്ട തിരക്കിലുണ്ട്, കാറിലിരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാനാണ് ഇറങ്ങിയത്. അതേ വഴിയിലാണ് അബി ഫോൾസ് ഉള്ളത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് പുറമേ നിന്ന് കണ്ടോക്കാം എന്താ അവസ്ഥ. അത് കണ്ടിട്ടില്ലേ? മോശം. നമ്മൾ ആകാശത്തിൽ കൂടിയാണ് ഗൈസ് പറക്കുന്നത്. നമ്മൾ എൻട്രി ചെയ്ത് കേട്ടോ. എൻട്രി ടിക്കറ്റ് 50 അല്ലേ? ഓക്കേ ഗൈസ്, ചീക്കു അനേകണ്ട് വേസ്റ്റ് എടുത്താനെ. ഓക്കെ, ഏകദേശം നമ്മൾ ഇവിടെ എത്താനായി തോന്നുന്നു. നല്ല സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് ആ വെള്ളം മുഴുവൻ ഓൾമോസ്റ്റ് റീച്ച് ആയില്ലേ ശ്രീ? പ്രിയ അടിപൊളി. ഇവിടെ ഒരു പഴയൊരു പാലുണ്ട് ഗൈസ്, പൊട്ടി തൂങ്ങിക്കിടക്കുന്നുണ്ട് ഇവിടെ. ശ്രീകുട്ടിയെ പാലം കണ്ടുപിടിച്ചല്ലേ? നെക്സ്റ്റ് ശ്രീകുട്ടീന്റെ ഇഷ്ട വിഭവം ഇളനീർ. ഫ്രീക്ക് ഉണ്ടാ. അപ്പൊ നമ്മൾ അബി ഫോൾസിന്റെ ഇറങ്ങിയാണ് നെക്സ്റ്റ് സ്ഥലത്തേക്ക്. ഇത് നമ്മള് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കാണ്. ആക്ച്വലി മൗണ്ടൻ വ്യൂ കോഫി പ്ലാന്റേഷൻ ആണ് അല്ലേ പ്രിയ? ഇതിന്റെ ഉള്ളിൽ പ്ലാന്റേഷൻ മാത്രമല്ല, ഒരുപാട് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് ആക്ടിവിറ്റീസ് ഉണ്ട്. മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ട്. നമ്മളോടൊരു ചേട്ടൻ പറഞ്ഞു ഇതിനുള്ളിൽ കയറി കണ്ടോ, നല്ലതുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ആരെങ്കിലും കൂർഗിൽ വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടോക്കൂ. പ്ലാന്റേഷൻ്റെ ഉള്ളിൽ അവർ കോഫി ഉണ്ടാക്കുന്ന മെറ്റീരിയൽ, സാധനങ്ങൾ, എങ്ങനെയാണ് മെഷീനറീസ് എല്ലാം കാണിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്ക് തന്നെയാണ്. ഓറഞ്ച് കാണുന്നുണ്ട്. വില എന്ന് ചോദിച്ചോട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ഇവിടെ ഉണ്ടാക്കുന്നത് 1 കിലോന് 100. അമ്പാ, നമ്മളെ നാട്ടില് 2-2.5 കിലോ 100 റുപ്യ. ഇവിടെ 1 കിലോന് 100 റുപ്യ. പിന്നെ അടുത്ത സീക്കുട്ടിന്റെ ഇഷ്ട വിഭവമുണ്ട്. ഇരിക്കും നോക്ക്, ചോദിച്ചോക്കല്ലോ. ചീക്കുന്റെ ഫേവറേറ്റ് സാധനം കിട്ടി. ചീക്കു കവറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമല്ല ഇതിന്. കിട്ടും, കിട്ടായില്ല. ഇഷ്ടമല്ലാന്നിട്ട് ഇതൊന്നുമല്ലോ. ഇവിടെ തീറ്റി തുടങ്ങി. ഇഷ്ടമില്ലാന്നല്ലോ എന്റെ ആദ്യം ഇതൊന്ന് പ്രിയ തന്നെ കേട്ടാ. ചീക്ക് നിന്നുണ്ട്. സൂപ്പറാ. അത് കൂട്ടി തന്ന ഇച്ചിരി ഗ്യാപ്പുണ്ടാവുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണേ. ഇവിടെ അടിപൊളി നമ്മളെ വീട്ടിലും പാർക്കിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഐറ്റംസ് ആണ് ഇത് അല്ലേ പ്രിയ? ആനയുണ്ട്, എല്ലാം ഉണ്ട്. കുഞ്ഞി ആന. ഇതെന്താ മെറ്റീരിയൽ എന്താ പറയാ? ഫൈബറാ? ഫൈബർ അത് ഒരു തരം ഫൈബർ. അത് ഇതൊക്കെ വലിയ ഡൈനോസോർ അല്ലേ? ജിറാഫ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഉള്ളില് വേറെയും കുഞ്ഞി സാധനങ്ങളുണ്ട്. ട്രെയിൻ ഉണ്ട്, അതായത് കൊച്ച. ഇവിടെ പേരാ കൊച്ച. ഇതാണ് നമ്മളെ പശൂമ്പ.
അടിപൊളി സാധനങ്ങൾ കേട്ടാ. ജെല്ലിക്കെട്ട് കാള അല്ലേ പ്രിയ? വാ, പക്ക ഒറിജിനാലിറ്റി, ഫൈബർ ടൈപ്പാണ്, എല്ലാം പക്ക ഒറിജിനാലിറ്റി. നമ്മളൊരു തവളേനെ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ബാക്കി കാളേനെ കൊള്ളൂല. പിന്നെ ചീക്കുന്റെ ഫ്രോഗിന് എടുത്തിട്ടുണ്ട്. അടിപൊളി ഡോഗിനെ കണ്ടേ, ഉറങ്ങുന്ന ഡോഗ്, നല്ല ഭംഗിയുണ്ട്. ഒരു ഷോപ്പിന്റെ പേര് കണ്ടില്ലല്ലോ പ്രിയ? പേരെനിക്ക് വായിക്കാൻ അറിയില്ല കൈ, എന്തോ കന്നഡയിലൊക്കെ ഉള്ളത്, കന്നഡ ഭാഷയിലുള്ളത്. ഒരു നമ്പർ ഇവിടെ ഉണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ കണ്ട നമ്പർ ഇതാ. ഫുഡ് കഴിക്കാനുള്ള വിശപ്പുമായി പ്രിയ എത്തി വീണ്ടും അടുത്ത ഭക്ഷണ കേന്ദ്രത്തിലേക്ക് അല്ലേ പ്രിയ? അങ്ങനെ നമ്മുടെ മീൽസ് എത്തി. ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ഷീക്കുട്ടിയാണ് മീൽസ് പറഞ്ഞത്. റൈസും പ്രിയയുടെ അമ്മ വിളിച്ചിട്ട് ഫോണിൽ കാണിച്ചാലും കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം, യുദ്ധം തുടങ്ങിക്കൂടെ? ബിരിയാണി കാണാൻ നല്ല ടേസ്റ്റ്, ബിരിയാണി നല്ല ടേസ്റ്റ്, നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി. ഞങ്ങൾ ചോറ് വാങ്ങി നോക്കുമ്പോ എല്ലാം കുഴപ്പമില്ല. നമ്മള് ഗോൾഡൻ ടെമ്പിൾ എടുത്ത് തന്നെ കാണുന്നതിന്റെ എൻട്രൻസ് ആണ് ഗോൾഡൻ ടെമ്പിൾ. അങ്ങനെ ഉള്ളിലോട്ട് കയറി ഉള്ളിലാണ് നമുക്ക് കയറേണ്ടത്. ഉള്ളിൽ ക്യാമറ അലൗഡ് ആണോ എന്ന് അറിയില്ല. ഗോൾഡൻ ടെമ്പിൾ. അതെ, ബാക്കി അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാന്നുള്ളത് വരും, നമുക്ക് ഒരുമിച്ച് കാണാം. അടിപൊളിയായിട്ടുണ്ട് അല്ലേ പ്രിയ? നിലത്തുള്ള തണുപ്പ് സാധ്യ തണുപ്പാണ്. സൂപ്പർ വൈബ് തന്നെയല്ലേ. നമ്മള് തായ്ലാൻഡിലൊക്കെ പോയി ഗോൾഡൻ ടെമ്പിളിന്റെ അകത്തുള്ള പ്രധാന ആകർഷണം എന്താണെന്നറിയോ? നമ്മളെ ഈ 3 പ്രതിമകൾ തന്നെ കേട്ടോ. ശ്രീ ബുദ്ധന്റെ പ്രതിമയുടെ ഇരുവശത്തും നിൽക്കുന്ന പത്മസമ്പന്റെയും അമിതായുസിന്റെയും പ്രതിമകളാണ് ഏറ്റവും ഭംഗി. അത് ഫുള്ള് ഗോൾഡ് തീർത്തിയാണെന്നാണ് അല്ലേ പ്രിയ? അങ്ങനെ പറയുന്നത്. അത് ഗോൾഡ് തീർത്തിയാണത്. നമ്മള് കൂർഗ് ഗോൾഡൻ ടെമ്പിളിൽ വന്ന് അവിടെ വന്നപ്പോ നമ്മളിതാ വടകരയുള്ള ആൾക്കാർ വടകര കുട്ടികൾ വന്നിട്ട് ചോദിക്കണം നിങ്ങൾ എവിടെയാ സ്ഥലം? ഞാൻ പറഞ്ഞു വടകര. ഇതാ ഇവരൊക്കെ വടകരന്ന് വന്ന കേട്ടോ. അപ്പൊ എല്ലാവർക്കും വടകരക്കാർക്ക് അങ്ങനെ പ്രിയ ബെല്ലടിക്കാൻ പോവാണ്. ബെല്ലടിച്ചോ? ഞങ്ങളങ്ങനെ ഇവിടുത്തെ സ്റ്റാളിൽ കയറാണ്. അതെ, കൂർഗിലെത്തിയിട്ട് നമ്മൾ എന്നും വാങ്ങാണ്ട് പോയാൽ നമ്മൾ അധിക സ്ഥലത്ത് പോയാൽ അവിടുന്ന് ഗോൾഡൻ ടെമ്പിളും അതും എടുത്തോ, 2 എടുത്തോ അല്ലെ? ചീക്കുന് ബാഗ് വേണമെന്നിട്ട്, ബാഗ് എന്തിനു പറയാ, സൈഡ് ബാഗ് അല്ലേ പ്രിയ? സൈഡ് ബാഗ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്, നല്ല രസമുണ്ടല്ലേ? അങ്ങനെ ഗോൾഡൻ ടെമ്പിളിൽ പോയി സാധനമൊക്കെ വാങ്ങിയില്ലേ? ഒരു ബോക്സ് വാങ്ങി ഓർമ്മയ്ക്കായിട്ട് കുറച്ച്. അങ്ങനെ ഗൈസ് നമ്മള് അങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് വിടുന്നിട്ടുണ്ട്. നമ്മൾ കാറിലേക്ക് ഇവിടെ എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ചീക്ക് കാണിക്ക് ചിലപ്പം. അങ്ങനെ ഇത് കെട്ടാൻ പോവാണ്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് സർക്കസ് കളിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കാറിന്റെ ബീഡിങ് ഒക്കെ നശിപ്പിച്ചിട്ട് ഞാൻ ടിബറ്റൻ ഫ്ലാഗ് കയറ്റുന്നത്. എന്റെ വണ്ടിയിൽ ഫ്ലാഗ് കയറി. പ്രിയ ഫ്ലാഗ് എങ്ങനെയുണ്ട്? എന്ത് പറഞ്ഞാലും പ്രിയ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം. ഞാനിത് കുറച്ച് റിലാക്സ് ആയിട്ട് നല്ലോണം ഉറങ്ങട്ടെ. ഇവിടെ നമ്മുടെ ഡ്രൈവർ മാറി കയറിയിട്ടുണ്ട്. ചീക്കുട്ടി ഉറങ്ങുന്നുണ്ട്. ഞാൻ ഉറങ്ങുന്നില്ല, ഇങ്ങനെ കുറേ ഇരിക്കും. ഇവള് ബ്രേക്കൊക്കെ ചേർത്തു എന്നുള്ള അറിയില്ലല്ലോ. നല്ല ഡ്രൈവിങ് കേട്ടോ പ്രിയന്റെ, കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിരിക്കും. അധികം സ്പീഡ് പോല, ഒരു 120-130 ആവുള്ളൂ, സ്പീഡ് എടുക്കൂല പ്രിയ. അതാ പ്രിയന്റെ പ്രത്യേകത. അവിടെ എത്തിയാ കാണാം. ബൈക്ക് സഞ്ചാരത്തിന്റെ വഴികളിലൂടെ പ്രിയ ഡ്രൈവർ, മൾബർഗ് ഡ്രൈവർ നമ്മളെ വിജനമായ റോഡിലൂടെ ഏകാന്തതയുടെ അന്ധതയിലേക്ക് കൊണ്ടുപോവുകയാണ് ഗൈസ്. പ്രിയെ വിശ്വസിച്ച് കിടന്നുറങ്ങുന്ന ചീക്കു, അതേപോലെ വിശ്വസിച്ച് ഇരിക്കുന്ന ഞാൻ. പ്രിയ കൊരങ്ങൻ ഒരു കൂട്ടം കൊരങ്ങന്മാരോട് ഇരിക്കുന്നുണ്ട് ഗൈസ്. കൊരങ്ങനെ നോക്കി ഒരു കൊരങ്ങൻ ഹോൺ അടിക്കുന്നു. സ്വന്തം വർഗത്തെ കേട്ടപ്പോ പ്രിയക്ക് ഒരു ഹോൺ അടിക്കാൻ പോകുന്നേ. കൂട്ടലടിച്ചിട്ട് പോന്നോ ഗൈസ്. ചായലും കിട്ടിയ പിന്നെ ഒന്നും മുട്ടുന്നില്ല ഗൈസ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് വടകരത്തി. അപ്പോ നൈറ്റ് ഫുഡ് ഇവിടെ MRI കഴിച്ചിട്ട് വീട്ടിൽ പോവാം. 8:40 സമയം കേട്ടോ ഏകദേശം. അപ്പൊ നൈറ്റ് ഡിന്നർ കൂടി കഴിഞ്ഞിട്ട് പോയി നല്ല കറക്കുന്നു അല്ലേ? ചീക്കുട്ടി ഒരു ഫുൾ സൂപ്പ് അടിച്ചിരിക്കുന്നത്. എന്ത് സൂപ്പാ ചീക്കു? സ്വീറ്റ് കോൺ സൂപ്പ്.
ചിക്കൻ സ്വീറ്റ് കോൺ. നല്ല ഉറക്കമുണ്ട് എനിക്ക്, പോയിട്ട് നല്ല ഉറക്കം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.